ഹലോ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ബോയ് ആണ്. നമ്മൾ സാറ്റിൻ റിബൺ വെച്ചിട്ടും നമുക്ക് നമ്മുടെ റിബൺ വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ റിബൺ ബോ വളരെ ഭംഗിയാണ് വെക്കാനായിട്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇത് 2 ഇഞ്ചിൻ്റെയാണ്. 2 ഇഞ്ചിൻ്റെതും 1 ഇഞ്ചിൻ്റെതുമാണ് എടുത്തിരിക്കുന്നത്. 16 സെൻറ്റിമീറ്ററിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 16 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. മൊത്തം 4 പീസ് വേണം. എടുക്കുന്ന 2 കളർ ഒരേ സൈസായിരിക്കണം. അപ്പോൾ ഒന്ന് 2 ഇഞ്ചിൻ്റെതും ഒന്ന് 1 ഇഞ്ചിൻ്റെതുമാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ സെൻറ്ററിലല്ല, സൈഡിലാണ്. സൈഡിൽ രണ്ടും ഒരേ രീതിയിൽ തന്നെ എന്താ പറയുക, അത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. നമുക്കത് വെക്കുമ്പോൾ അത് കോൺട്രാസ്റ്റ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള എന്ത് കളർ വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് സാധാ റിബണിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടുത്ത സൈഡ് ഇതുപോലെ നന്നായി ഇത് ഇങ്ങനെ ഉരുക്കിയെടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മളിത് ഫോൾഡിങ് വരുമ്പോൾ ഈ സൈഡൊന്നും ഇളകാതെ നല്ല കൃത്യമായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഞാൻ 2 പീസും മൊത്തം നമുക്ക് ഒരു സൈഡിലത്തേക്കാണ് ഇത് ആവശ്യം കേട്ടോ. ഇപ്പം ഞാൻ ഒരു സൈഡിലത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. മൊത്തം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 കളറും 4 പീസ് വേണം. മൊത്തത്തിൽ 8 പീസ് വേണം. അപ്പോൾ 2 സൈഡിൽ നമുക്ക് 4 പീസ് വെച്ചിട്ട് വേണം. ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഓക്കെ, അപ്പോൾ 2 പീസ് ഞാൻ ഒരുമിച്ച് ഒട്ടിച്ചു. അടുത്ത 2 പീസ് അടുത്തതിൽ ചേർത്തു. ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് വേണമെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് ഉരുക്കി ഒന്ന് സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ മടക്ക് അതുപോലെ ഇരിക്കും കേട്ടോ. വേണമെങ്കിൽ ചെയ്താൽ മതി. അതിന് ശേഷം സെൻറ്റർ ഇതുപോലെ ഒന്ന് മടക്കുക. ഈ ഫോൾഡിങ് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. എപ്പോഴും ഈ റിബൺ ബോ ചെയ്യുമ്പോൾ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഫോൾഡിങ്സ് ആണ്. നമുക്ക് ഫോൾഡിങ്സ് ഭയങ്കര കറക്റ്റായിരിക്കണം. കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാവത്തില്ല കേട്ടോ. അതിനുശേഷം ഈ സൈഡ് ഇതുപോലെ ഒന്ന് ആ സെൻറ്ററിൽ തന്നെ അത് വരത്തക്ക രീതിയിൽ നമ്മൾ മടക്കണം. അതിനുശേഷം അതിൻ്റെ ബാലൻസ് ബാക്കിലോട്ട് നമ്മൾ മടക്കി ഒന്ന് ഫിക്സ് ചെയ്യുക. സെയിം ഇതേ മെത്തേഡ് തന്നെയാണ് അടുത്ത സൈഡിലും ചെയ്യുന്നത്. അടുത്തത് സെൻറ്ററിലോട്ട് മടക്കുക. ആ സെൻറ്ററിൽ തന്നെ വരണം നമ്മൾ അടുത്ത കളറ്. എന്നിട്ട് അതിനെ ഇതുപോലെ ബാക്കിലേക്ക് എടുക്കുക. ഇത് ക്ലിപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾക്ക് ഇത്രയും ഫോൾഡിങ്സ് ഒക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല, അത് ഇളകിപ്പോകും. പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളാണ്. ഇനി ഇതുപോലെ ഞാൻ ഒരു സൈഡിലത്തുള്ള 2 എണ്ണം ചെയ്തെടുത്ത് മൊത്തം ഇതുപോലെ 4 എണ്ണം വരും. 4 പീസ് വരും നമുക്ക് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ജസ്റ്റ്, കാരണം അത് ഈ സൈഡിൽ നമ്മുടെ റിബണൊക്കെ ഇങ്ങനെ ഇളകി വരും ആ നൂലുകൾ. അതുകൊണ്ടാണ് ജസ്റ്റ് ഉരുക്കി കൊടുക്കുന്നത്. ഇനി ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ്. ഈ ഫോൾഡിങ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ വളരെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഹെയർ ബോസ്. വളരെ ഭംഗിയാണ്. നമുക്ക് സെല്ലിങ്ങിനാണെങ്കിലും ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് കേട്ടോ. അത് ഈ റിബൺ പലതരത്തിലുണ്ട്. ഞാൻ കസ്റ്റമൈസേഷനൊക്കെ നമ്മൾ വരുന്നത് കൊണ്ടാണ് ഗ്രോസ് ഗൺ റിബൺ ഉപയോഗിക്കുന്നത്. കൂടുതൽ റോള് കണക്കിനാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇത് മീറ്റർ കണക്കിന് ഇന്ന് അവൈലബിൾ ആണ് കേട്ടോ. 1 മീറ്റർ, 2 മീറ്റർ, അങ്ങനെ. ഇത് 1 ഇഞ്ചിൻ്റെത് 15 രൂപ, 20 രൂപ, അങ്ങനെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക്. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് തിക്നെസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ കൈയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ സ്റ്റിച്ച്, കാരണം സൂചിയല്ലേ നമ്മൾ വെച്ച് ചെയ്യുന്നത്, കുത്തുകൊള്ളാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അത് പോയിട്ട് ഈ സെൻറ്ററിലില്ലേ, ആ സെൻറ്ററിൽ നമ്മൾ ആ മടക്ക് വരുന്നില്ലേ, അവിടെ കറക്റ്റ് സ്റ്റിച്ച് വീഴാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ കറക്റ്റ്. എന്നാലും നമ്മൾ ആ മടക്കി ഇങ്ങനെ ഒരുമിച്ച് അതിനെ ചുരുക്കി എടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് നമുക്ക് ഷേപ്പിൽ നമുക്കത് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അത് പാടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് വലിച്ചെടുക്കുമ്പോൾ ആ ഒരു സെൻറ്ററിൽ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ സ്റ്റിച്ചിട്ട് എടുത്താൽ മതി. അതിനുശേഷം ബാലൻസ് പറഞ്ഞ ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇത് പല കളർ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഈ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഒത്തിരി കളർ മാറ്റി ചെയ്യാം. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഇപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ബോ ടൈപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, ഈ ഹെയർ ബോ ചെയ്തിട്ട് അത് നമ്മുടെ ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്താലും വളരെ ഭംഗിയാണ് കേട്ടോ. ഒറ്റ ലെയറിൽ വേറെ ഒന്നും വേണ്ട, വേറെ ബീഡ്സോ ഒന്നും കൊടുക്കാതെ പ്ലെയിൻ ബോയിൽ കൊടുക്കാനും അതൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. നോക്കി, അപ്പോൾ അത് ഏകദേശം ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ അടുത്ത സൈഡും കൂടെ ചെയ്തെടുക്കണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒട്ടിച്ചെടുക്കുക. സെൻറ്റർ ഞാൻ ഗ്ലൂ ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് 2 മിനിറ്റ് പിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഗ്ലൂ ഇതുപോലെ അറ്റാച്ച് ആയി കിട്ടും. അതിനുശേഷം സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തതിന് ശേഷം എന്താ പറയുക, നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഉരുക്കി
എന്താ പറയുക, അതങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കി ബാക്കിലോട്ട് എടുത്തതിന് ശേഷം ബാലൻസ് അവിടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ബാക്കി ബാലൻസ് വരുന്നതിനെ കട്ട് ചെയ്ത് മാറ്റുക. ഒന്ന് ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാൻഡ് കൊണ്ട് ഹോൾഡ് ചെയ്തു 2 മിനിറ്റ് അങ്ങനെ പിടിച്ചിരിക്കുക. അതിനുശേഷം ബാലൻസ് വരുന്നതിനെ കട്ട് ചെയ്ത് മാറ്റി അവിടെ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കണം ബാക്കിൽ. ഇതൊക്കെ ശരിക്കും പറയുന്നതെല്ലാം ഫിനിഷിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ ആകുമ്പോൾ ആ ത്രെഡൊന്നും ഇളകി വരെ അങ്ങനെയൊന്നും ചെയ്യില്ല, നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, പുറകിലേക്ക് എന്താ പറയുക, ഞാൻ ഫ്രണ്ടിൽ ഒരു ജസ്റ്റ് ഒന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്യണം. അവിടെ 2 ബീഡ്സ് കൊടുത്താലും മതി, നിങ്ങളുടെ ഇഷ്ടം. ഞാനിതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാച്ചസ് കൊടുത്തത് കേട്ടോ. പാച്ചസ് വേണമെങ്കിൽ കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം. എനിക്കത് വെച്ച് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നി. ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് പുറകിലൊട്ടിച്ചു. കാരണം അല്ലാതെ നമ്മളതിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കില്ല. പിന്നെ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് പേസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നല്ലതാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പേസ്റ്റും ചെയ്യാം, അല്ലായെങ്കിൽ നമ്മുടെ ഫെൽറ്റ് ഷീറ്റിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഇത് അലിഗേറ്റർ ക്ലിപ്പ് കവർ ചെയ്തിട്ട് ചെയ്യണമെങ്കിലും ചെയ്യാം. ഞാൻ ഫെൽറ്റ് ഷീറ്റിലാണ് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. ചിലർ അലിഗേറ്റർ ക്ലിപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്യും, എന്നിട്ട് ഫിക്സ് ചെയ്യും. എങ്ങനെ ചെയ്താലും ഒരുപോലെ തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പാച്ചസ് കൊടുക്കണമെന്ന് തോന്നി. പാച്ചസ് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഫ്ലവർ പോലത്തെ സെൻറ്ററിൽ വെച്ചപ്പോൾ കുറച്ച് ഭംഗിയായിട്ട് തോന്നി. ഞാനതങ്ങ് എന്താ പറയുക ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. നോക്കിയേ, വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് ഫോൾഡിങ് മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.